ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്കിന്നത്തെ ഗോൾഡ്, അതുപോലെ യൂറോ USD, അതുപോലെ USD JPY ഇതിൻ്റെ മൂന്നിൻ്റെ ലെവൽസ് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ ഇനി സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന് കേട്ടോ. ഫസ്റ്റ് നമുക്ക് എപ്പോഴത്തെയും പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഗോൾഡ് നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസം നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഓക്കെ അല്ല, മോർണിംഗ് നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. അത് ഗ്രൂപ്പിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീഡിയോ ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ടെന്ന ഒരു എൻട്രിയാണ്. അതിനുശേഷമാണ് പ്രൈസ് ഇത്രയും താഴെ വരെ വന്നതെന്ന് കാണാൻ പറ്റും. ഇവിടെ സംഭവിച്ച കാര്യം നോക്കുകയാണെങ്കിൽ 50 മിനിറ്റിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മൈനർ ട്രെൻഡിലായിരുന്നു നമുക്ക് എൻട്രി ഉണ്ടായിരുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിലോ മാർക്കറ്റ് ആ ഒരു സെല്ല് ഇത്രയും വന്നു. അപ്പോൾ തൊട്ട് താഴെയുള്ളൊരു ബൈയിലേക്കുള്ളൊരു ലിക്വിഡിറ്റി എടുത്ത് തൊട്ട് താഴെയുള്ള ബൈയിങ് സോണിലേക്കും ടച്ച് ചെയ്തിട്ട് എന്താണ് മാർക്കറ്റ് നേരെ വന്ന് ഹൈനെയാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് പുതിയൊരു BOS ആണ് ബൈയിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതിലെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബൈയിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ഗോൾഡിൻ്റെ അടുത്ത് നമുക്ക് ബൈയിലേക്ക് തന്നെയാണ് ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇവിടെ കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ സെല്ലിലേക്കും വരുന്നുണ്ടോ, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ എന്താണ് ബൈയിലേക്കുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ അല്ലേ. പിന്നീട് ഒരു ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ലോയിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബൈയിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് മുന്നേ നമുക്ക് സെല്ലിലേക്കുള്ള ട്രേഡുകൾക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ ഒരു ഇൻഡ്യൂസ്മെൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ദിവസം പറഞ്ഞിട്ടുണ്ടായത് തന്നെയായിരുന്നു ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം എന്താണ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഒരു മൈനർ BOS നമുക്ക് ഡൗൺ സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ ഇതിലേക്കോ വന്നിട്ട് നമുക്ക് 1 മിനിറ്റിൽ കറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സെല്ല് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. സെല്ല് നോക്കാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുന്നവരെയായിരിക്കും നമുക്ക് സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു ലിക്വിഡിറ്റി എടുത്താൽ പിന്നെ സെല്ലിലേക്ക് നമുക്ക് ട്രേഡോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തൊട്ട് മുകളിലുള്ള ഓർഡർ ബ്ലോക്ക് ഇതിലേക്ക് മൂന്നിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും. ഇനി ഇതിന് ശേഷം മാർക്കറ്റ് ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് വീണ്ടും ലോയിനാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡിൽ വരുന്ന ഇൻഡ്യൂസ്മെൻറ്റോ സെല്ലിംഗ് സോണൊക്കെ ഉണ്ടെങ്കിൽ അതിലും നമുക്ക് കൺഫർമേഷൻ നോക്കി സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഫസ്റ്റത്തെ സാധ്യത ഓക്കെ അല്ലേ. മൈനർ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഇത് നോക്കി പോകാനായിട്ട് പറ്റും. ഇനി ഗോൾഡിൽ തന്നെ ബൈയിലേക്കുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിലോ ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഞാൻ പറഞ്ഞ പോലെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് BOS കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ ലോയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, തൊട്ടടുത്ത് തന്നെയാണ് ഇൻഡ്യൂസ്മെൻറ്റ് ഏറ്റവും ഡിസ്കൗണ്ടിൽ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷം ഇതല്ലെങ്കിൽ ഞാൻ ആ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് അടുത്ത് തന്നെയായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൈയിങ് സോൾ ഒന്നെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ നമുക്ക് കൺഫർമേഷൻ 1 മിനിറ്റിൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷവും കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ സാധ്യതകളൊക്കെയാണ് ഗോൾഡിൽ മെയിനായിട്ടുള്ളത്. ഇനി ഇതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നില്ല, മാർക്കറ്റ് വന്ന് ഈ ഹൈനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ നമുക്ക് ഇതിനടുത്ത് തൊട്ടടുത്ത് കിട്ടുന്ന ഏതൊരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നോക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണെങ്കിലും തൊട്ട് താഴെയുള്ളൊരു ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ അതിലും വീണ്ടും കൺഫർമേഷൻ നോക്കി എൻട്രി നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ സാധ്യതയാണ് വീണ്ടും വരുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് യൂറോ USDൻ്റെ കാര്യത്തിലേക്ക് വരാം. യൂറോ USDയിൽ നമ്മൾ ലാസ്റ്റ് ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ അത്യാവശ്യം നല്ല ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മോർണിംഗ് പറഞ്ഞ എൻട്രി എസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ട്രേഡിൽ നല്ല ടാർഗറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് BOS ബൈയിലേക്ക് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തു. ഇവിടെ 4 ഹവറിൻ്റെ ഹൈയും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 4 ഹവറിൻ്റെ ഹൈ എന്നാണ് ഇപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, ഇപ്പോൾ വീണ്ടും സെല്ലിലേക്കാണ് വന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഒരു ലോ എടുക്കാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് യൂറോ USDൻ്റെ ലെവൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ BOS കിട്ടും. ഓക്കെ അല്ലേ. ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് BOS കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും സെല്ല് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും. ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ നോക്കി പോകാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷമൊക്കെയോ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ഈ ഒരു ലോയിന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇൻഡ്യൂസ്മെൻറ്റിലോ ഈ ഒരു സെല്ലിംഗ് സോണിലേക്കൊക്കെ വന്നതിന് ശേഷം മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് 50 മിനിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിലും നമുക്ക് കൺഫർമേഷൻ നോക്കി എൻട്രി എടുത്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സാധ്യതയാണ് വരുന്നത്. ഇനി മാർക്കറ്റ് എന്താണ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്തതിന് മുന്നേ ഇവിടുത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ അത്രയും സാധ്യതകൾ കൺഫർമേഷൻ നല്ല അത്യാവശ്യം ലോയിലേക്ക് ആറാറും കാര്യങ്ങൾ റിസ്ക് വാല്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എൻട്രി നോക്കിയാൽ മതി കേട്ടോ. അത്രത്തോളം ഈ ഒരു റേഞ്ചിൽ കിടന്ന് അഗ്രസീവായിട്ട് നോക്കണം എന്നില്ല. മനസ്സിലാവുന്നില്ല. ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലാണ് കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുള്ളത് കേട്ടോ. ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് BOS ആയിട്ട് മാറും. ഇതിൻ്റെ ഹൈ ആയിരിക്കും പിന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിനുള്ള തൊട്ടടുത്തുള്ള സെല്ലിംഗ് സോണിലേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കൺഫർമേഷൻ നോക്കി സെല്ല് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിലോ ഈ തൊട്ടടുത്തുള്ള ഒരു ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഇതിന് മുകളിലും തൊട്ട് അടുത്തായിട്ട് പ്രീമിയത്തിൽ ഏതെങ്കിലും സെൽ സോണോ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു സെൽ സോൺ ഉണ്ട്. ഇതിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്താണ് കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം കേട്ടോ.
ഈ സാധ്യതയാണ് യൂറോ USDയിലും വരുന്നത്. ഇനി USD JPYൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ USD JPYയിൽ എന്താണ് ഇപ്പോൾ ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സെല്ല് വന്നിട്ടുണ്ടായിരുന്ന ഓക്കെ അല്ലേ, ഹൈന്ന് അത്യാവശ്യം നല്ലൊരു സെല്ല് വന്നു. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടൊരു ട്രെൻഡോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഏറ്റവും സാധ്യത കൂടുതലെന്ന് പറയുന്നത് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ വളരെ കൂടുതലുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിനകത്തേക്ക് വന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം 1 മില്യണിൽ നിന്ന് കറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ സെല്ലിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം എന്താണ് വീണ്ടും 50 മില്യൺ ദൂരം മൈനർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സെല്ലിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും. ഇത് കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ 2 എൻട്രിക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു 1 മില്യൺ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ USD JPYയിൽ ഈ ഇതിനകത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വീണ്ടും കൺഫർമേഷൻ നോക്കി എൻട്രി എടുത്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ സാധ്യതയാണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത്. ഇത്രയും സാധ്യതകളാണ് ഇന്നത്തെ ദിവസവും കാണുന്നത്. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ വീണ്ടും എന്താണ് ഈ ഒരു ലോയിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വന്നു. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ നിന്നൊരു BOSും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇതായിട്ടാണ് വരുന്നത്. ഇതിലേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പ്രീമിയത്തിലെ സെൽ സോൺ ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിലൊക്കെ എൻട്രി നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഗോൾഡിൽ ഈ ഒരു സാധ്യതയാണ് മെയിനായിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.